നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതാണ്. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്തിനാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഈ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിൻ്റെ ഓരോ മൊഡ്യൂളിലും എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്ന് നമുക്ക് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് മനസ്സിലാക്കാനുള്ളത്. നിരന്തരം എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടെ തന്നെ ആണിത്. ഇതിലൊന്നാമത്തെ കാര്യം, ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ സംബന്ധിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്കഷൻ നമുക്ക് നടത്തണം. അതേപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെഫിനീഷൻസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ ഡെഫിനീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആദ്യം ഈ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് വന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതികൾ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ അതിലാദ്യമായിട്ട് നമുക്കറിയാം, ഇന്ത്യ എന്നുള്ള രാജ്യം സ്വതന്ത്ര ഇന്ത്യ അല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഇന്ത്യ ഒന്ന് വിചാരിക്കാം അല്ലേ. ഒരു 21-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ്, ഒരു 20ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പുറത്തെ രാജ്യത്തിൽ നിന്നും നിർമ്മിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഒരു ഇന്ത്യ എന്നുള്ള രാജ്യം പല പ്രവിശ്യകളായിട്ട് കിടക്കുകയായിരുന്നു. പല പ്രവിശ്യകൾ മീൻസ് ഓരോ കഷ്ണമായിട്ട് കിടക്കുകയായിരുന്നു. അതിന് പ്രൊവിൻസസ് എന്നുള്ള ഇംഗ്ലീഷിൽ പറയാം. ആദ്യമായിട്ട് നമ്മുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യമായിട്ട് ഒരു കാറ്, ഒരു വാഹനം ഇമ്പോർട്ട് ചെയ്തത് ബോംബെയിലാണ്. പക്ഷേ ആ സമയത്തൊന്നും എന്തില്ല, റൂൾസ് ഇല്ല. ദർ ഈസ് നോ റൂൾസ് ഫോർ ഗൈഡിങ് ദ യൂസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതു ഇടങ്ങളിൽ ഇത്തരം വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അത്തരമൊരു കണ്ടീഷനോ റെഗുലേഷനോ ഒന്നുമില്ല. സിംപ്ലി നമുക്ക് എന്ത് പറയാം, വാഹനം എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നിയമങ്ങളും അന്ന് പ്രാബല്യത്തിലില്ല. കാരണം അന്ന് ഈ കാർ എന്നുള്ളത് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്നുള്ളത് വളരെ തുച്ഛമായിട്ട് മാത്രമേ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്ന സാധനമാണ്. പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ ഒരു ഇമ്പോർട്ടിങ് റേറ്റ് വർദ്ധിച്ചു. കൂടുതൽ കാറുകൾ പുറത്തെ രാജ്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിലേക്ക് ഒഴുകി തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ കാറുകളുടെ എണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കാറുകൾ ഉപയോഗിക്കുന്നത് പൊതുവായി പുറത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പബ്ലിക് ലൈഫിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ആ കാർ എന്നുള്ള മെഷീൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരുപാട് മെഷീൻസ് ഉണ്ട്, പക്ഷേ ആ മെഷീൻസൊക്കെ ഫാക്ടറിയുടെ ഉള്ളിൽ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ വാഹനങ്ങൾ അങ്ങനെയല്ല. വാഹനങ്ങൾ പൊതുജനങ്ങൾക്കിടയിലൂടെയാണ് ആ വാഹനം എന്ന മെഷീൻ പ്രവർത്തിക്കുന്നത്. സോ മനുഷ്യരുടെ ജീവിതത്തിൽ അത് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഇടപെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഈ കാറിൻ്റെ എണ്ണം കൂടിയുണ്ടാകും. അങ്ങനെ ആസ് നമ്പർ ഇൻക്രീസസ്, കാറിൻ്റെ എണ്ണത്തിൽ കൂടുതൽ വന്നപ്പോൾ അത് പബ്ലിക് ലൈഫിലേക്ക് ഇൻ്റർഫിയറിങ് നടത്താൻ തുടങ്ങി. നമ്മുടെ ലൈഫിലേക്ക് അത് ഏറ്റവും കൂടുതൽ ഇടപെടാൻ തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുമെന്ന് വിചാരിക്കുക, അത് പബ്ലിക് ലൈഫിലേക്ക് ആ മെഷീൻ്റെ ഇടപെടലാണ്. അതേപോലെ ഒരു ആൾക്കാരെ കൊണ്ട് ആ വാഹനം സഞ്ചരിക്കുകയാണ്, ആ വാഹനത്തിൽ എത്ര ആൾക്കാരെ കയറ്റാൻ പറ്റുന്നുള്ള പരിധികളുണ്ടാവാം. ആ പരിധിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സേഫ്റ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പബ്ലിക്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അപ്പോൾ പബ്ലിക്കിൻ്റെ സേഫ്റ്റി മുൻനിർത്തി അല്ലെങ്കിൽ ആ ഒരു മെഷീൻ പൊതു ഇടങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള റൂൾസുകൾ വേണം എന്ന് തോന്നി. അപ്പോൾ നമ്മൾ എന്ത് നടത്തി, സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷനും അതേപോലെ മോട്ടോർ വെഹിക്കിൾസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വളർന്നു വന്നു. അതായത് നിയമത്തിൻ്റെ ഒരു ആവശ്യകത വന്നു തുടങ്ങി. ആദ്യം എന്തായിരുന്നു, ബോംബെയിൽ നമ്മൾ അറിവനുസരിച്ച് ബോംബെയിലാണ് ഒരു കാർ ഇമ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു അറിവനുസരിച്ചാണ്. ഓക്കെ, എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതല്ല, നമുക്ക് കിട്ടിയൊരു അറിവിനനുസരിച്ചുള്ളൊരു കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് കാറുകളായിരുന്നു, പിന്നെ കാറിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. ആദ്യം ഇറങ്ങിയ സമയത്ത് റൂളുകളില്ല. കാറിൻ്റെ അല്ലെങ്കിൽ കാറെന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടോമൊബൈലാണ് കേട്ടോ, വാഹനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാഹനങ്ങളുടെ എണ്ണം കൂടി തുടങ്ങിയപ്പോൾ അത് മനുഷ്യൻ്റെ ലൈഫിലേക്ക് നേരിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പുതിയ റൂളുകൾ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യ എന്നുള്ള രാജ്യം ഓരോ പ്രവിശ്യകളായിട്ടാണ് കിടന്നിരുന്നത്.
ഇപ്പോൾ നാട്ടുരാജ്യങ്ങൾ പോലെ ഓരോ പ്രവിശ്യകളായിട്ടാണ് കിടന്നിരുന്നത്. പിന്നെ പ്രൊവിൻസസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്ത് ചെയ്തു, ഓരോ പ്രൊവിൻസസും അവർക്കനുസരിച്ചുള്ള ലെജിസ്ലേഷൻ കൊണ്ടുവന്നു. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം. ഓക്കെ, അങ്ങനെ നിയമനിർമ്മാണം ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊടുന്ന ഒരു നിയമനിർമ്മാണം ബംഗാൾ പ്രൊവിൻസസിലാണ് അത്തരമൊരു നിയമം കൊണ്ടുവന്നത്. ആ ബംഗാൾ ആക്ട് ഓഫ് 1903 1903 ആദ്യമായി നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രവിശ്യയിൽ നിയമം കൊണ്ടുവന്നത്. അതിനുശേഷം ബോംബെയിൽ വന്നു. ബോംബെ പ്രൊവിൻസസിൽ 1904 നിയമങ്ങൾ വന്നു. ബോംബെ പ്രൊവിൻസസിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അവിടുത്തെ വാഹനങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയമങ്ങൾ, റെഗുലേഷൻസ്, ഗൈഡൻസ് എന്താണെന്നുള്ളതൊക്കെ 1904 അവർ കൊണ്ടുവന്നു. 1907 ആകുമ്പോഴേക്കും ഏതാണ്ട് ഇന്ത്യയുടെ മിക്ക വലിയ പ്രൊവിൻസസിലും എന്ത് കൊണ്ടുവന്നു, ഇതേപോലത്തെ നിയമങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അവരുടേതായിട്ടുള്ള സ്വന്തം, അത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ മുഴുവനായിട്ടും എല്ലാ പ്രദേശത്തും ഒരേപോലത്തെ നിയമമല്ല. ഓരോ പ്രൊവിൻസസിലും ആ പ്രൊവിൻസസിന് ആവശ്യമായി അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്തു, നിയമനിർമ്മാണങ്ങൾ നടത്തി. പക്ഷേ ഓരോ പ്രൊവിൻസസിലെയും പ്രൊവിൻഷ്യൽ ആക്ട്, ഓരോ പ്രൊവിൻസസിലുള്ള നിയമങ്ങൾ എന്തല്ല, അഡീക്വേറ്റ് അല്ല, ഇൻഅഡീക്വേറ്റ് ആണ്. ഈ ഒരു മെഷീൻ പബ്ലിക് ലൈഫിൽ യാതൊരുവിധ ഇഷ്യൂസും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ മാത്രം കഴിവുള്ള നിയമ സംവിധാനമായിരുന്നില്ല, അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങളായിരുന്നില്ല ഓരോ പ്രൊവിൻസസിലുണ്ടായിരുന്നത്. എന്നാൽ ഈ വാഹനങ്ങളൊക്കെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിരന്തരം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പ്രൊവിൻസസിൽ നിന്നും മറ്റൊരു പ്രൊവിൻസസിലേക്ക് ആ വാഹനം കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രൊവിൻസസിൽ ഉള്ള നിയമമാവില്ല മറ്റു പ്രൊവിൻസസിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി, എൻ്റയർ കൺട്രി, നമ്മുടെ രാജ്യത്തുടനീളം ഒരൊറ്റ നിയമം, ഒരു ലെജിസ്ലേഷൻ എന്ന രീതിയിലേക്ക് വന്നു. കാരണം ഈ വാഹനങ്ങൾ ഒരു പ്രൊവിൻസസിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇന്ത്യയിലുടനീളം ഉപയോഗിക്കുന്നുണ്ട്. സോ എൻ്റയർ കൺട്രിയിൽ ഈ ലെജിസ്ലേഷൻ ആവശ്യമാണ് എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ആദ്യമായി ഈ ഒരു മോട്ടോർ വാഹന നിയമം 1914 നമ്മൾ കൊണ്ടുവന്നത്. അതിന് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയാം. ഇതിപ്പോൾ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുന്നേ ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത നിയമമാണ് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട്, MV ആക്ട് എന്ന് പറയാം. MV എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1914. ആ 1914 നിയമം വന്നു. പക്ഷേ ആ 1914 പല നമ്മുടെ സേഫ്റ്റിയുമായി റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കുള്ള സേഫ്റ്റി, അവരുടെ ആവശ്യങ്ങൾ, ഒരു വാഹനം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നിയമമായിരുന്നില്ല ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1914. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ വേണമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന 1914 ശേഷം 1939 ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939 എന്നുള്ള നിയമം കൊണ്ടുവന്നു. അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് 1941 അപ്പോൾ 1941 ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939 എന്നുള്ളൊരു നിയമം ഇന്ത്യയിൽ വന്നു. അതും സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേ നമുക്കറിയാം, ആ വർഷങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഈ 1939 ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939 എന്ന വാഹന നിയമമാണ് പിന്നെ ഇന്ത്യയിലുടനീളം നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. പക്ഷേ കാലക്രമേണ ആ നിയമങ്ങളും ഇതിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും വാഹനത്തിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനത്തിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാഹനം എന്നുള്ള മെഷീനറീസ് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ വാഹനം ഉപയോഗിച്ച് പിന്നീട് കുറ്റകൃത്യങ്ങൾക്ക് വരെ വന്നൊരവസ്ഥ വന്നു. വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ലോകം ഇത്രത്തോളം വികസിക്കാനുള്ളൊരു കാരണം ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ആ ഒരു സംവിധാനം വളർന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ചരക്ക് കൈമാറ്റം ആയിക്കോട്ടെ, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം അല്ലെങ്കിൽ യാത്ര എന്നുള്ള ആ ഒരു സംവിധാനം വളരെ എഫക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഇത്രത്തോളം നമ്മുടെ ലോകം വികസിച്ചത്. നമുക്കറിയുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഈ ഒരു ഗതാഗതം, ഈ ഒരു വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് പല ആൾക്കാരും പല കുറ്റകൃത്യങ്ങളിലേക്ക് വരെ ഏർപ്പെടേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ മൊത്തത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939 എന്നുള്ള ഈ ഒരു മോട്ടോർ വാഹന നിയമം നമുക്ക് മതിയാവാതെ വന്നു. ആ നിയമം കൊണ്ട് നമ്മുടെ ഇഷ്യൂസ് പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ ഭേദഗതി മാത്രമല്ല വന്നത്, ആ നിയമം തന്നെ പൊളിച്ചെഴുതി പുതിയൊരു നിയമം നമ്മൾ ഉണ്ടാക്കി. അതാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. ഈ നിയമമാണ് ഇപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ കാലഘട്ടം വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിയമം. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988.
ഇതിൽ നമുക്ക് ഇൻഷുറൻസ് എന്നുള്ള സംവിധാനം വന്നു, കാൽനട യാത്രക്കാർക്ക് കൂടുതൽ സേഫ്റ്റി കൊണ്ടുവന്നു, അതേപോലെ തന്നെ പുതിയ സിഗ്നൽ സംവിധാനങ്ങൾ വന്നു, റോഡിൻ്റെ സംവിധാനങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കണം, അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കൂളിംഗ് പാടില്ല എന്ന് പറഞ്ഞു, അതൊക്കെ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 നമ്മൾ ഭേദഗതി നടത്തുകയാണ്. ഈ ഒരു നിയമം നമുക്ക് ഓക്കെയാണ്. ഇനി ഇതിൽ ഓരോ കാലത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണ്. നമ്മൾ അമെൻമെൻറ്റ് എന്നാണ് പറയുക, അമെൻമെൻറ്റ്, ഭേദഗതി ചെയ്യുക. ഇപ്പോൾ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഓരോ കാലത്തിനനുസരിച്ച് ഭേദഗതി ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം 1939 ഭേദഗതി ചെയ്തുകൂടെയെന്ന്. പക്ഷേ ഭേദഗതിക്ക് ഒരു കണക്കൊക്കെ അല്ലേ, ഇത് ഇന്നഡീക്വേറ്റ് ആണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിനൊക്കെ മാറിയിട്ടാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നത്. പിന്നെ ഈ നിയമം ഓക്കെയാണ്, പക്ഷേ ഈ നിയമത്തിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചെറിയ 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 മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ നമ്മളൊരു ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട്, നീഡ് ഓഫ് MV ആക്ട് 1988, എന്തിനാണ് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ആവശ്യം എന്താണ്? നമുക്കറിയാം, ഒബ്വിയസ്ലി കാറിൻ്റെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് നിയമത്തിൻ്റെ ഒരു ആവശ്യകത വന്നത്. ശരിയല്ലേ? അല്ലേ? കാറിൻ്റെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചപ്പോൾ ആ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ആ വാഹനങ്ങളെ ശരിയായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും നിയമത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പ്രദേശത്ത് ആകെ ഒരു 10 ആളുള്ളൂ, അവിടെ ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അവിടുത്തെ ആൾക്കാരെണ്ണം ഒരു 10,000 20,000 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ ഇൻ്റർഫിയറിങ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊതു നിയമം വരണം. അപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നതും ഈ ആളിൻ്റെ പെരുപ്പം കൂടുന്ന പോലെ തന്നെയാണ്. വാഹനത്തിൻ്റെ എണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും നിയമത്തിൻ്റെ ആവശ്യം വന്നു. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ്, കാറുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ നിയമത്തിൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമത്, ദ നീഡ് ഫോർ എൻകറേജിങ് അഡോപ്ഷൻ ഓഫ് ഹയർ ടെക്നോളജി ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഇപ്പോൾ BS6 എന്നുള്ളത് പുതിയ ടെക്നോളജിയാണ്, പൊല്യൂഷൻ നോംസുമായി ബന്ധപ്പെട്ട പുതിയ ടെക്നോളജിയാണ്. അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും ഓരോ കാലഘട്ടത്തിനനുസരിച്ചും. അപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രീതികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കൊരു നിയമം വേണം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു പുതിയ ഹയർ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ ഒരു പിൻബലം വേണം, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് വേണം, അല്ലേ? നിയമത്തിൻ്റെ ഒരു പിന്തുണ അതിൽ വേണം, ആവശ്യമാണ്. അതേപോലെ തന്നെ ഗ്രേറ്റർ ഫ്ലോ ഓഫ് പാസഞ്ചർ ആൻഡ് ഫ്രൈറ്റ് വിത്ത് ലെസ് impediments so that islands of isolation are not created leading to regional local imbalances. അതായത് നമ്മുടെ ഈ പാസഞ്ചറും അതേപോലെ ചരക്ക് കൈമാറ്റങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ബാക്കിംഗ് വേണം. ദെൻ റോഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹസാർഡിയസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് മെറ്റീരിയൽസ്. അതായത് എക്സ്പ്ലോസീവ്സ് അതേപോലെ തന്നെ ഹസാർഡിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ ഗ്യാസ്, നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കണ്ടുണ്ടാവും. ആ കുക്കിംഗ് ഗ്യാസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പറഞ്ഞ രീതിയിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അങ്ങനെ നിയമമില്ലെങ്കിൽ അത് തോന്നിയ പോലെ നടത്തും. മറ്റു ഇതേപോലത്തെ എക്സ്പ്ലോസീവ്സൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണെങ്കിൽ അതൊക്കെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിയമം എന്നുള്ളത് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്, അത് നമ്മൾ പാലിക്കപ്പെടാൻ നിർബന്ധമാണ്. അതേപോലെ തന്നെ റോഡ് സേഫ്റ്റി, വാഹനത്തിൻ്റെ എണ്ണം വന്നപ്പോൾ സേഫ്റ്റിക്ക് വിഘാതം സംഭവിച്ചു തുടങ്ങി. സോ സേഫ്റ്റി നമുക്ക് വേണം. പൊല്യൂഷൻ കൂടി, ആ പൊല്യൂഷനും കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ 1988 ഭാഗമായിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് BS6 കൊണ്ടുവരുന്നത്. ഗവൺമെൻറ് പറയാണ് ഇവിടുത്തെ പൊല്യൂഷൻ കൂടുതലാണ്, വാഹനങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻ ഇത്രയേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം. അതൊക്കെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയർ ആൻഡ് പോളിസി ലിബറൈസേഷൻ ഫോർ പ്രൈവറ്റ് സെക്ടർ ഓപ്പറേഷൻസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡ്. ഈ റോഡ് ട്രാൻസ്പോർട്ട് ഫീൽഡിൽ ഒരുപാട് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ല? ഇപ്പോൾ KTC എന്നുള്ള ഒരു ഓർഗനൈസേഷൻ അറിയാം, KSRTC എന്നുള്ളത് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളത്, പ്രൈവറ്റ് സെക്ടേഴ്സിനുണ്ട്. അപ്പോൾ ആ പ്രൈവറ്റ് സെക്ടേഴ്സിനൊക്കെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനത്തിൻ്റെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് മുൻകൂട്ടി നമ്മൾ രേഖപ്പെടുത്തണം. അവർക്കും കൂടെ പാർട്ടിസിപ്പേഷൻ നടത്താൻ സൗകര്യപ്രദമാവുന്ന രൂപത്തിലാണ് നിയമങ്ങൾ കൊണ്ടുവന്നത്.
അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിനും കൂടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ ഒരു രീതിയിൽ മാത്രമേ നമുക്കത് പോസിബിൾ ആവുള്ളൂ. നീഡ് ഫോർ എഫക്റ്റീവ് വേസ് ഓഫ് ട്രാക്കിംഗ് ഡൗൺ ട്രാഫിക് ഒഫൻഡേഴ്സ്. ട്രാഫിക് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാഫിക് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റാഷ് ഡ്രൈവിങ്, തോന്നിയ പോലെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുക. നമ്മൾ റോഡുണ്ടെന്ന് വിചാരിച്ച്, ലൈസൻസ് ഉണ്ടെന്ന് വിചാരിച്ച്, വാഹനവും നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് തോന്നിയ പോലെ റോഡിലൂടെ വാഹനം ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു റോഡിലൂടെ വാഹനം എന്നുള്ള ഒരു മെഷീൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 എഴുതപ്പെട്ട രൂപത്തിലേ പാടുള്ളൂ. അപ്പോൾ ആ നിയമമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പോകാമെന്നുള്ളതാണ്. അപ്പോൾ നിയമത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പോയിൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ആവശ്യം ഇന്ത്യ എന്ന രാജ്യത്തുണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്തെ ഓരോ രാജ്യങ്ങളിലും വാഹനത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ, ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ കുറച്ച് ഡെഫിനീഷൻസ് ഉണ്ട്. ഈ ഡെഫിനീഷൻസിൽ ഇപ്പോൾ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോട്ടോർ വെഹിക്കിൾ ടു വിച്ച് എ സെമി ട്രെയിലർ ഈസ് അറ്റാച്ച്ഡ്. അതായത് കൊളത്തി വലിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തെ നമുക്ക് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ കുക്കിംഗ് ഗ്യാസിൻ്റെ ഒരു കാര്യം പറഞ്ഞു. കുക്കിംഗ് ഗ്യാസിൻ്റെ ബാക്കത്തെ ആ ഒരു കണ്ടെയ്നർ ഒരു ഫ്രണ്ടത്തെ ഒരു യൂണിറ്റുമായി കൊളത്തിയിടുകയാണ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ കണ്ടെയ്നർ ലോറികളൊക്കെ, ട്രക്കുകളൊക്കെ പോകുന്ന എന്താ? ഫ്രണ്ടിലൊരു യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റിലേക്ക് ബാക്കിൽ വരുന്ന യൂണിറ്റ് അത് കൊളത്തിയിടുക ചെയ്യുക. അത്തരം വാഹനങ്ങൾ വിളിക്കുന്ന പേരാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന്. ആക്സിൽ വെയിറ്റ് എന്താ? Axle of vehicle, the total weight transmitted by the several wheels attached to the axle to the surface on which the vehicle rests. അതായത് ഈ വാഹനത്തിൻ്റെ ഭാരം, അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റി വെച്ച ഗുഡ്സിൻ്റെ ഭാരം വീല് വഴി നമ്മൾ എങ്ങോട്ട് കളയും? എർത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് ആക്സിൽ വഴിയാണ്. അപ്പോൾ ഓരോ ആക്സിലും ഓരോ വീലിലും വരുന്ന ലോഡ് അത് ഓരോ ആക്സിലൂടെയാണ് വരിക. സോ ആ ആക്സിലിൽ വരുന്ന വെയിറ്റ് നമുക്ക് ആക്സിൽ വെയിറ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ആർ സി എന്ന് പറയാറുണ്ട് അല്ലേ? എന്താ? ഇഷ്യൂഡ് ബൈ എ കോമ്പീറ്റൻസ് അതോറിറ്റി ടു ദ എഫക്ട് ദാറ്റ് എ മോട്ടോർ വെഹിക്കിൾ ഹാസ് ബീൻ ഡ്യൂലി രജിസ്റ്റേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ചാപ്റ്റർ 4. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ചാപ്റ്റർ 4 പ്രകാരം ഈ വാഹനം ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതേപോലെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഇവിടെ ഒരു സ്റ്റേജ് കാരിയർ, ഈ ബസ്സിനൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ നെയിമാണ് സ്റ്റേജ് കാരിയർ. ഈ സ്റ്റേജ് കാരിയറിൽ കളക്ടിങ് ഫെയർ, പാസഞ്ചറിൽ നിന്നും ഫെയർ കളക്ട് ചെയ്യുന്ന ആൾ, അതേപോലെ തന്നെ റെഗുലേറ്റിംഗ് ദെയർ എൻട്രൻസ് ഇൻ ടു ഓർ എക്സിറ്റ് ഫ്രം ദ സ്റ്റേജ് കാരിയർ ആൻഡ് പെർഫോമിങ് സച്ച് അതർ ഫങ്ഷൻസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് വാഹനങ്ങളിലേക്ക്, അതായത് ബസ്സിലേക്ക് ആളെ കയറ്റുന്നതും അതാത് സമയത്ത് ബസ്സിൽ നിന്ന് ആളെ ഇറക്കി വിടുന്നതും, ഒരു സ്റ്റോപ്പ് എത്തി കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടേക്കുള്ള സംവിധാനം ഒരുക്കേണ്ടതും, ഫെയർ വാങ്ങേണ്ട ചെയ്യുന്ന ആളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടക്ടർ എന്ന് വിളിക്കാം. അങ്ങനെ ഓരോ ഡെഫിനിഷനും ഉണ്ട്. ഈ ഡെഫിനിഷനൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ അതിൽ LMV താഴെ നോക്കി, ലേണേഴ്സ് ലൈസൻസ് എന്താണെന്നുണ്ട്, അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഓരോ പോയിൻറ്റും എടുത്തെടുത്ത് പറയുന്നില്ല, സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ കോൺട്രാക്ട് ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മൾ വാഹനങ്ങളൊക്കെ ഇത്ര ദിവസത്തിന് കോൺട്രാക്റ്റിൽ എടുക്കാറുണ്ട്. ഒരു മാസത്തിന് എനിക്ക് വേണ്ടി നിങ്ങളെ വാഹനം ഓടണം. ഇതൊരു കോൺട്രാക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അത്തരം വാഹനങ്ങൾ നമുക്ക് കോൺട്രാക്ട് ക്യാരേജ് എന്ന് പറയാം. എന്താണ് ഡ്രൈവർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്താ ഡ്രൈവർ? ഡ്രിവൺ ബൈ അനദർ, ദ പേഴ്സൺ ഹു ആക്ട് എസ് സ്റ്റിയർമാൻ ഓഫ് ദ ഡ്രിവൺ വെഹിക്കിൾ. ഏത് വാഹനമാണ് ഓടിക്കുന്നത് അതിൻ്റെ ഓടിക്കുന്ന വ്യക്തിയെ നമുക്ക് ഡ്രൈവർ എന്ന് പറയാം. ഓക്കെ. ഡ്രൈവിംഗ് ലൈസൻസ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇൻവാലിഡ് ക്യാരേജ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ലേണേഴ്സ് ലൈസൻസ് എന്താ കൊടുത്തിട്ടുണ്ട്. താഴെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതായത് LMV, സാധാരണ ഇത് ചോദിക്കുന്ന ചോദ്യമാണ്. 7500 കിലോഗ്രാമിൻ്റെ താഴെ വരുന്ന, അത്രയും ഭാരത്തിന് താഴെ വരുന്ന വാഹനങ്ങളെ നമ്മൾ LMV എന്ന് വിളിക്കാം. അതുപോലെ മാക്സി ക്യാബ് എന്നെന്താ? മാക്സി ക്യാബ് പറഞ്ഞാൽ അത് ഒരു വാഹനമാണ്, പക്ഷേ 6ൽ കൂടുതൽ, മീൻസ് എനി മോട്ടോർ വെഹിക്കിൾ കൺസ്ട്രക്റ്റഡ് ടു ക്യാരി മോർ ദാൻ 6 പാസഞ്ചർ. 6ൽ കൂടുതൽ ആൾക്കാരെ യാത്ര ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് മാക്സി ക്യാബ്. പക്ഷേ എത്ര കൂടുതൽ പോകാൻ പാടില്ല? 12 പാസഞ്ചേഴ്സിൽ കൂടെ പോകാൻ പാടില്ല, അതിൽ കൂടുതലാവാൻ പാടില്ല. എക്സ്ക്ലൂഡിങ് ദ ഡ്രൈവർ ഒഴികെ 6 മുതൽ 12 വരെയുള്ള യാത്രക്കാരെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നമുക്ക് മാക്സി ക്യാബ് എന്ന് പറയാം. ഈ മാക്സി ക്യാബിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്.
ഫോർ ഹയർ ഓർ റിവാർഡ്, വാടകയ്ക്ക് എടുക്കുന്ന വാഹനങ്ങളാണ്. ഇപ്പോൾ നമ്മളെ കയ്യിലൊരു വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ 6-ൽ കൂടുതൽ ഒരു 8-9 ആൾ സഞ്ചരിക്കും. അത് മാക്സി ക്യാബ് അല്ല. കാരണം നമ്മളെ വാഹനത്തേക്ക് നമ്മൾ വാടക കൊടുക്കുന്നില്ല, റിവാർഡ് കൊടുക്കുന്നില്ല. റിവാർഡ് കൊടുത്ത് വാങ്ങുന്ന വാഹനങ്ങളെ കാര്യമാണ് പറയുന്നത്. അതേപോലെ മോട്ടോർ ക്യാബ്, മോട്ടോർ വെഹിക്കിള്, ഒമ്നി ബസ്, ഇത്തരം ഡെഫിനീഷൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 മനസ്സിലാക്കി, ആ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ആവശ്യകത മനസ്സിലാക്കി, വന്ന വഴികൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ നമ്മുടെ നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനീഷൻസും മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഫക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.